ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ചൊരു ഓവർവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെന്താണ് റെസ്റ്റ് ഫ്രെയിംവർക്ക്, എങ്ങനെയാണ് ഒരു ഗെറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ ജസ്റ്റ് കുറച്ച് ഡാറ്റ സീരിയലൈസ് ചെയ്ത് ഡാറ്റ നമുക്ക് എങ്ങനെ ഫ്രണ്ട് എൻഡിലേക്ക് പാസ് ചെയ്യാം, ജേസൺ ഫോർമാറ്റിലേക്ക് എങ്ങനെ, അതായത് ഒരു API ഫോർമാറ്റിൽ എങ്ങനെ ഡാറ്റ പാസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത്. പക്ഷെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് ഡാറ്റ എങ്ങനെ പാസ് ചെയ്യാം എന്ന് നമ്മൾ നോക്കിയില്ല. കാര്യം പലയിടത്തും നമുക്ക് ഇങ്ങനെ ഒരു ഫോം കാണും, ഫോം ഫില്ല് ചെയ്തിട്ട് ഡാറ്റ നമ്മൾ എടുക്കുന്നുണ്ടാവും. എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഒരു ക്രിയേറ്റ്, അതായത് അക്കൗണ്ട് ക്രിയേഷൻ അല്ലെങ്കിൽ സൈനപ്പ് എന്നൊക്കെ പറയാം. സൈനപ്പ് ഒക്കെ എങ്ങനെയാണ്, നമ്മൾ യൂസറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യുന്നു, അതിനെ ബാക്ക് എൻഡിലേക്ക് സേവ് ചെയ്യുന്നു. അങ്ങനെ പല ആവശ്യങ്ങളും വരുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ജസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ടേബിളാണ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വ്യൂസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി നമ്മുടെ നേരത്തെ വ്യൂ ഇവിടെ ഉണ്ട്, ഇൻഡെക്സ് വ്യൂ, ജസ്റ്റ് ഗെറ്റ് മെത്തേഡാണ്. പക്ഷേ ഈ സമയത്ത് നമുക്കറിയാം പോസ്റ്റ് മെത്തേഡാണ്. നമുക്കറിയാം ഡാറ്റ ബാക്ക് എൻഡിലേക്ക് പാസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പോസ്റ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിനുമ്പോൾ നമുക്ക് ആ ഒരു ഡെക്കറേറ്റർ കൊടുക്കാം, @API_view എന്ന് പറഞ്ഞ് കൊടുക്കാം. അതിനുശേഷം അതിനുള്ളിൽ നമ്മൾ ഗെറ്റ് വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗെറ്റ് കൊടുക്കാം, അതല്ല പോസ്റ്റ് മാത്രം മതിയെങ്കിൽ പോസ്റ്റ് കൊടുക്കാം. നമുക്കിവിടെ പോസ്റ്റ് മാത്രം മതി തൽക്കാലം, അതുകൊണ്ട് ഞാൻ പോസ്റ്റ് മാത്രം കൊടുത്തു. ഡെഫ് ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കൊടുക്കാം. ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് പാസ് ചെയ്യും. റിക്വസ്റ്റ് പാസ് ചെയ്ത് നമ്മൾ സാധാരണ പോസ്റ്റ് മെത്തേഡിൽ എന്താണ് ചെയ്യാറുള്ളത്, നമ്മൾ എന്താ പറയുക, if request dot method w is equal to post എന്നുണ്ടെങ്കിൽ ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യും. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കാര്യം ഇത് പോസ്റ്റ് മെത്തേഡ് മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. എങ്കിലും നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് w is equal to post. ഓക്കെ, പോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം നമുക്കറിയാം ഡാറ്റയെ നമ്മൾ സീരിയലൈസ് ചെയ്യണം. തിരിച്ച് നമ്മൾ നേരത്തെ ഇവിടെ എന്താ ചെയ്തത്, പ്രൊഡക്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്തു, അതിനെ എന്നിട്ട് സീരിയലൈസ് ചെയ്തു, എന്നിട്ട് ആ ഡാറ്റ പാസ് ചെയ്തു. അപ്പോൾ അതേ മെത്തേഡ് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ സീരിയലൈസർ എന്ന് പറഞ്ഞൊരു വേരിയബിളോട് കൊടുക്കുകയാണ്, സീരിയലൈസർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആ സീരിയലൈസറിന്റെ പേര് കൊടുക്കുകയാണ്, പ്രൊഡക്റ്റ് സീരിയലൈസർ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ഡാറ്റ. അതായത് റിക്വസ്റ്റ് ഡോട്ട് ഡാറ്റ, ആ റിക്വസ്റ്റിന്റെ കൂടെ വരുന്ന ഡാറ്റ, ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിന്റെ കൂടെ വരുന്ന ഡാറ്റയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഡാറ്റേനെയാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഡാറ്റ എന്ന എന്താ പറയുക പാരാമീറ്ററിലേക്ക് ആ ഒരു സീരിയലൈസറിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ഈ വരുന്ന ഡാറ്റ വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഇതിനെ സേവ് ചെയ്യാനോ പറ്റുള്ളൂ. നമുക്കറിയാം നേരത്തെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ വേറൊരെണ്ണം കാണിച്ചു തരാം. അതായത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നെയിം എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ നെയിം ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ആ നെയിം എന്താ പ്രൊഡക്റ്റിൻ്റെ നെയിം എന്ന് പറഞ്ഞ് എടുക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണേ, എന്താ പറയുക, പ്രൊഡക്റ്റ് ഇങ്ങനെ എഴുതും. നമ്മുടെ ഡാറ്റാബേസിൻ്റെ, അതായത് മോഡലിൻ്റെ പേര് എഴുതിയിട്ട് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക പ്രൊഡക്റ്റ് നെയിം ഈസ് ഈക്വൽ ടു നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ആ പേര് ഇവിടെ സേവ് ചെയ്തോളൂ. ഓക്കെ, ഈ നെയിം ഇവിടെ സേവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ജാങ്കോയിൽ, അതായത് പ്ലെയിൻ ജാങ്കോയിൽ നമ്മൾ ഡാറ്റ സേവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അത്രയും കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സീരിയലൈസ് ചെയ്തെടുക്കുക, ആ ഡാറ്റേനെ സീരിയലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വാലിഡ് ആണോ അല്ലയോ നോക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ സാധാരണ ഈഫ് ഉപയോഗിക്കാം. കാര്യം ഈഫ് അങ്ങനെ, അതായത് ഡാറ്റ വാലിഡ് ആണെങ്കിൽ മാത്രം സേവ് ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്ക് ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യാം. സീരിയലൈസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ വാലിഡ് എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം സേവ് ചെയ്യാം. ഡോട്ട് സേവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഞാനിവിടെ സക്സസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സക്സസ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, ഇത്രയും കൊടുത്താൽ മതി തൽക്കാലം. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി URLs ചെന്നിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാം. പാത്ത് എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേ, ഗെറ്റ് കൊടുത്തു. വ്യൂസ് ഡോട്ട് ഗെറ്റ് ഡാറ്റ നെയിം ഈസ് ഈക്വൽ ടു ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മുടെ ഫ്രണ്ട് എൻഡിലേക്ക് ജസ്റ്റ് നോക്കാം. അതായത് നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ഇവിടെ ഒരെണ്ണമുണ്ട്. പക്ഷേ ഈ സംഭവം നമുക്ക് ടൈപ്പ് ചെയ്യണം. അതായത് ഇത്തരം ഡാറ്റ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്താൽ മാത്രമേ സേവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്യണം. ഈ സാധനം ഇവിടുന്ന് കോപ്പി ചെയ്ത ശേഷം ഞാൻ /get എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു പേജിലേക്ക് ഒന്നുകൂടെ നോക്കിയാൽ അറിയാം, ഒരു HTTP 405 മെത്തേഡ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. 405 എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് കോഡ് വന്നിട്ടുണ്ട്. കാര്യം നമുക്കറിയാം ഗെറ്റ് മെത്തേഡ് നമ്മളിവിടെ അലോ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ URL അടിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് മെത്തേഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ ഗെറ്റ് മെത്തേഡ് അലോ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അലോ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ പോസ്റ്റ് എന്ന്. അത് നമ്മൾ കാര്യമാക്കേണ്ട. ഇവിടെ ഒരു എറർ മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട. കാര്യം നമുക്ക് ഡാറ്റ പോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ജസ്റ്റ് നേരത്തെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫാണ്. ഞാൻ ഇങ്ങനെ ഡാറ്റ ഇവിടെ കൊടുത്തു, ഇവിടെ പോസ്റ്റ് കൊടുത്തു.
പോസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയറിയാം 400 ബാഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എറർ മെസ്സേജ് ആണ് പ്രിന്റ് ചെയ്തത്. സക്സസ് മെസ്സേജ് അല്ല വന്നിരിക്കുന്നത്, എറർ മെസ്സേജ് ആണ്. ജേസൺ പാസ് എറർ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത സമയത്ത് ഇവിടെ ഒരു കോമ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് താഴെ വേറെ ഡേറ്റ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, കോമ കുഴപ്പമില്ല, നമുക്ക് കോമ കൊടുത്തിട്ട് അടുത്തത് ആഡ് ചെയ്യാൻ വെക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കോമ കൊടുക്കാൻ പാടില്ല. അതിപ്പോൾ ജേസൺ എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും, അത് ഒരുപാട് നോക്കാനൊന്നുമില്ല. അപ്പോൾ ജേസന്റെ ഫോർമാറ്റ് നമ്മളിവിടെ എന്താ പറയുക ബ്രേക്ക് ചെയ്തിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നത്. ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കോമ അവിടെ എന്താ പറയുക റിമൂവ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ആ കോമ ഇവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, വർക്ക് ചെയ്തോളും. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. iPhone 14 ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ iPhone 14 Pro എന്ന് കൊടുക്കാം. ഇവിടെ ഒരു എന്താ പറയുക ഓക്കെ, ഇതിൻ്റെ പ്രൈസ് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ജേസൺ ഫോർമാറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ചെയ്യുന്നത്. ഇവിടെ സക്സസ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സക്സസ് എന്ന് പ്രിന്റ് ചെയ്ത് നമുക്ക് നോക്കി അറിയാം ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത് സക്സസ് എന്നാണ്. സാധാരണ ഇത് സക്സസ് ആയിരിക്കില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ serializer.data വേണമെങ്കിൽ ഇവിടെ നമുക്ക് പാസ് ചെയ്യാം. serializer.data എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ഡേറ്റനെ അത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യും. അത്രേ ചെയ്യുന്നുള്ളൂ. നമുക്കിവിടെ ഡേറ്റാബേസിൽ വന്നിട്ടുണ്ടോ നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 14 Pro എന്ന് പറഞ്ഞ് ഡേറ്റ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ serializer.isValid എന്ന് പറഞ്ഞ് കൊടുത്തില്ല എന്നിരിക്കട്ടെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ കുറച്ച് ഡേറ്റ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ എന്താ പ്രൈസ് പോലെ തന്നെ ഒരു ഫാക്ടറും കൂടി കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, അതങ്ങനെ വരില്ല, പ്രൈസ് തന്നെ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പുതിയൊരു വാല്യൂ കൊടുക്കും. ഇപ്പോൾ എന്താ കൊടുക്കുക, അപ്പോൾ പ്രൈസ് ഡിസ്ക്രിപ്ഷൻ എന്നിരിക്കട്ടെ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇത് കൊടുക്കുകയാണ്, സം ഡിസ്ക്രിപ്ഷൻ. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഞാനിവിടെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ എന്താ പറയുക ഡേറ്റ ഇവിടെ സേവ് ആയിട്ടുണ്ടെന്ന് കാണാം. നമുക്ക് നോക്കാം. ഓക്കെ, വീണ്ടും അത് സേവ് ആയിട്ടുണ്ട്. കാര്യം വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ വാലിഡ് ആണ്. കാര്യം ഈ പറയുന്ന ഡേറ്റ എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് അത് സേവ് ആയി. ഇപ്പം നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് വേണമെങ്കിൽ വാലിഡേഷൻ കൊടുക്കാം. എക്സ്ട്രാ ഈ പറയുന്ന ഫീൽഡ് അല്ലാണ്ട് വല്ല ഫീൽഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് വേണമെങ്കിൽ പ്രൈസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സേവ് ചെയ്തു. അതും സേവ് ആയിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓക്കെ, ഇതൊന്നും മാൻഡേറ്ററി ഫീൽഡ് അല്ല നമുക്ക്, അതുകൊണ്ടാണ്. ഇപ്പോൾ എന്താ പറയുക നോക്കി അറിയാം, നമ്മുടെ ഡേറ്റാബേസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ മോഡൽസ് നോക്കി അറിയാം, ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട്. നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് 0 എന്ന വാല്യൂ ഇടും. അതുകൊണ്ടാണ് പ്രൈസ് കൊടുത്തിട്ട് അത് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നെയിം ഒന്ന് നോക്കാം. നെയിം ചേഞ്ച് ചെയ്ത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. നെയിം എന്ന് പറഞ്ഞ ഫാക്ടർ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. പ്രൈസ് മാത്രം ആഡ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു വാലിഡേഷൻ എറർ കാണിക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് കൊടുത്തു. ഓക്കെ, ഒരു എററാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു എറർ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സക്സസ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ഒരു സംഭവം എന്താ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. അതല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു എൽസ് കൊടുക്കാം. എൽസ് റിട്ടേൺ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോട്ട് വാലിഡ് എന്നോ ഇൻവാലിഡ് ഡേറ്റ എന്നെല്ലാം പ്രിന്റ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്താണ് വരുന്നതെന്ന്. ഞാനിവിടെ ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, നെയിം റിമൂവ് ചെയ്യുന്നു, എന്നിട്ടിവിടെ പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് ഡേറ്റ എന്ന് പറഞ്ഞ് പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക വാലിഡേഷൻ ഈസ്വാലിഡ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് വർക്ക് ചെയ്തത്. അപ്പം ഞാൻ പ്രൈസ് റിമൂവ് ചെയ്തപ്പോൾ എറർ ഒന്നും വന്നില്ല, വർക്ക് ചെയ്ത്. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുള്ള ഫീൽഡുകളിലൊന്നും എന്താ നമ്മൾ ആ വാല്യൂ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നൾ ഈസ് ഈക്വൽ ടു ബ്ലാങ്ക് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കില്ല. അങ്ങനത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുന്ന ഫീൽഡുകൾക്കും ഇത് വർക്കിംഗ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ മാക്സ് ലെങ്ത് ഈസ് ഈക്വൽ 50 മാത്രമേ കൊടുത്തു. ഇവിടെ നൾ ഈസ് ഈക്വൽ ടു എന്താ പറയുക ബ്ലാങ്ക് ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നെയിം ഫീൽഡ് കൊടുത്തില്ലെങ്കിലും അത് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പറയുന്ന ഡേറ്റ. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ വേറെ എക്സ്ട്രാ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റയുടെ പ്രിന്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജസ്റ്റ് നമുക്കൊന്ന് അതും കൂടി നോക്കാം. ഞാൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇവിടെ കോമ കൊടുത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അലൈൻമെന്റ് ഇപ്പോൾ പ്രശ്നമാക്കണ്ട, അതില്ലെങ്കിലും കുഴപ്പമില്ല. സം ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഓക്കെ ഒരു കാര്യമുണ്ട്, കോമ ഇവിടെ വേണ്ട. ഞാനിവിടെ പോസ്റ്റ് കൊടുത്ത സമയത്ത് നോക്കി അറിയാം ഇവിടെ 2 ഡേറ്റ മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ, അതിനെ മാത്രമേ പ്രോസസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തതിനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവം ഉള്ളതായിട്ട് പോലും ഇവിടെ കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഈസ് വാലിഡ് എന്ന് പറഞ്ഞ സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി ഇവിടെ നിർത്തുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി കൊടുത്തല്ലോ, നമ്മളിപ്പോൾ ഈസ് വാലിഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഈസ് വാലിഡ് എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഉള്ളത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കണക്ക് കൂട്ടില്ല.
അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പുതിയൊരു ഫീൽഡുകൾ ഡാറ്റ വേണ്ടി വരും, ഫ്രണ്ട് എൻഡിൽ നിന്ന് പുതിയ ഫീൽഡിലെ ഡാറ്റ ആവശ്യമായിട്ട് വരും. പക്ഷെ അത് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അതുപോലത്തെ ഫീൽഡുകൾ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മുടേതായ ചില വാലിഡേഷൻസ്, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ജസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം ഇപ്പോഴത്തെ വാലിഡേഷൻ നോക്കുള്ളൂ. പക്ഷെ നമുക്ക് വേണം ഒരു മിനിമം 100 രൂപയെങ്കിലും നമ്മൾ പ്രൈസ് ആയിട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എറർ ആയിട്ട് കാണിക്കണം, വാലിഡ് അല്ല എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പൊ അതൊന്നും ഇപ്പൊ വരില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമായിട്ടുള്ള വാലിഡേഷൻ മെത്തേഡ്സ് ഒക്കെ സീരിയലൈസേഴ്സിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഏകദേശം 10 മിനിറ്റിന് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് വരിക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.